19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി 100 വർഷങ്ങൾ മുതൽ 150 വർഷങ്ങളോളമായി ഈ ടൈലുകൾ ഉപയോഗത്തിലുണ്ട്. തമിഴ്നാട്ടിലെ ചെട്ടിനാട് മേഖലയിലെ ധനികന്മാരായ വ്യാപാരികൾ ലോക സഞ്ചാരം നടത്തിയപ്പോൾ യൂറോപ്യൻ നിർമ്മിതികളിലും കൊട്ടാരങ്ങളിലും കണ്ട മാതൃകകളിൽ ആകൃഷ്ടരായി ബ്രിട്ടനിലും ഇറ്റലിയിലും മറ്റു പ്രചാരത്തിലുണ്ടായിരുന്ന വില കൂടിയ പാറ്റേൺ ടൈലുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം തങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ മണൽ, ചരൽ, സ്വാഭാവിക നിറങ്ങൾ, സിമൻറ്റ് എന്നിവ ഉപയോഗിച്ച് സ്വന്തമായി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ശൈലി. ഈ പാരമ്പര്യ കല വളർന്നു വന്ന ആത്തൻകുടി എന്ന ഗ്രാമത്തിൻ്റെ പേര് തന്നെയാണ് ഈ ടൈലുകൾക്കും ലഭിച്ചത്. കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന പ്രത്യേകതരം ടൈലുകളാണ് ആത്തൻകുടി ടൈലുകൾ. ചെട്ടിനാട് പൈതൃകത്തിൻ്റെ ഭംഗിയും പ്രൗഢിയും വിളിച്ചോതുന്ന ഇവയ്ക്ക് ലോകമെമ്പാടും വലിയ പ്രിയമുണ്ട്. ഗ്ലാസ് ബേസിൽ ഇവർ പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ്റെ സ്റ്റെയിൻസ് വെച്ച് അതിൽ സിമൻറ്റ്, കളർ, സ്വാഭാവിക കളർ പിഗ്മെൻറ്റുകൾ എന്നിവ വെള്ളത്തിൽ ചാലിച്ചാണ് ഓരോ ടൈലുകളും നിർമ്മിച്ചു പോരുന്നത്. പല കളറുകളിലാണ് ടൈലുകൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈലുകൾ അവർ കളർ കോമ്പിനേഷനിൽ നിർമ്മിച്ചു തരുന്നതുമാണ്. അതിനു മുകളിൽ സിമൻറ്റും മണലും ചേർത്ത മിശ്രിതം നിറച്ചമർത്തുന്നു. പിന്നീട് ഈ ഫ്രെയിമുകൾ ഊരിയെടുത്ത് ഉണക്കാൻ വെച്ച് അത് വെള്ളത്തിൽ മുക്കി അതിൻ്റെ ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവർ ആ ടൈല് വിൽക്കുവാൻ ഉപയോഗിക്കുന്നത്. ഈ ടൈലുകൾ പാകിയ ശേഷം രാസവസ്തുക്കൾ ഉപയോഗിച്ച് പോളിഷ് ചെയ്യേണ്ടതില്ല. ദിവസേന തുടയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും തോറും ഇവയുടെ തിളക്കം കൂടുന്നു. പണ്ടുകാലത്ത് തെങ്ങിൻ വെള്ളമോ തുളസി വെള്ളമോ ഉപയോഗിച്ചാണ് ഇവ തുടച്ചിരുന്നത്. യന്ത്രനിർമ്മിത ടൈലുകളെ പോലെ ഇവ ഓരോ അളവിലോ തികച്ചും പെർഫെക്റ്റായോ ഫിനിഷിങ്ങിലോ ആകണമെന്നില്ല. ഓരോ ടൈലിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇതാണ് ഇവയുടെ കരകൗശല ഭംഗിയും. ഇതിന് ഏകദേശം സ്ക്വയർ ഫീറ്റ് റേറ്റിൽ 70 രൂപ മുതൽ 180 രൂപ വരെയാണ് ശരാശരി വില നിലവാരം. ഒരു പ്രത്യേക ഫ്രെയിമിനുള്ളിൽ ഗ്ലാസ് ബേസ് വെച്ച് അതിനു മുകളിൽ ആവശ്യമുള്ള ഡിസൈൻ്റെ സ്റ്റെയിൻസ് വയ്ക്കുന്നു. സിമൻറ്റ്, കളർ, സ്വാഭാവിക കളർ പിഗ്മെൻറ്റുകൾ എന്നിവ വെള്ളത്തിൽ ചാലിച്ച് സെൻസിലിൻ്റെ ഓരോ വിടവിലും ഒഴിക്കുന്നു. സാധാരണയായി 8x8 ഇഞ്ച്, 10x10 ഇഞ്ച്, 12x12 ഇഞ്ച് എന്നീ കണക്കുകളിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഏകദേശം 3/4 ഇഞ്ചോളം കനമുള്ളതിനാൽ ഇവയ്ക്ക് വളരെ ഉയർന്ന ഈട് നിൽക്കുന്നതിനും ഉറപ്പും നൽകുന്നുണ്ട്. ഇതിനു മുകളിൽ സിമൻറ്റും മണലും ചേർത്ത മിശ്രിതം നിറച്ച് അമർത്തുന്നു. ഫ്രെയിം ഊരിയെടുത്ത ശേഷം തണലിൽ ഉണക്കാൻ വെക്കുന്നു. തുടർന്ന് ദിവസങ്ങളോളം വെള്ളത്തിൽ മുക്കി വെച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഈ ടൈലുകളിലെ തനിമയും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനായി ഭാരത സർക്കാരിൻ്റെ ഭൗമ സൂചിക പദവി ഇത് ഒറിജിനൽ ആത്തൻകുടി ടൈലുകളിലെ ആധികാരികത ഉറപ്പുവരുത്തുന്നു. ഇവ വൃത്തിയാക്കാൻ ആസിഡോ വീര്യം കൂടിയ കെമിക്കലുകളോ ഉപയോഗിക്കാൻ പാടില്ല. വെറും വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുന്നതാണ് നല്ലത്. നടക്കുകയും
ഉപയോഗിക്കുകയും ചെയ്യും തോറും ഇതിൻ്റെ സ്വാഭാവിക തിളക്കം വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പണ്ടുകാലങ്ങളിൽ ടൈലുകൾക്ക് തിളക്കം നൽകാൻ കുറച്ച് തുള്ളി വെളിച്ചെണ്ണയോ ഉമിക്കരിയോ ഉപയോഗിച്ച് മിനുക്കുമായിരുന്നു. സിമന്റും പ്രാദേശിക മണ്ണും ഉപയോഗിക്കുന്നതിനാൽ വേനൽക്കാലത്ത് മുറികൾക്ക് സ്വാഭാവികമായ തണുപ്പേകാനും നേരിയ ചൂട് നിലനിർത്താനും ഇതിന് സാധിക്കുന്നു. ഓരോ ടൈലുകളും വെവ്വേറെ വാർത്തെടുക്കുന്നതിനാൽ ഫ്ലോറൽ പാറ്റേണുകളും ബോർഡുകളും വലിയൊരു മുറിയിൽ വിരിക്കുമ്പോൾ കാർപ്പറ്റ് വിരിച്ചതുപോലെ മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. നിറങ്ങൾ ഒരിക്കലും മങ്ങിപ്പോകുന്നുമില്ല.